വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പദ്ധതികളുമായി വിളയൂർ പഞ്ചായത്ത് ഭരണസമിതി വികാസ് എന്ന പേരിലാണ് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ലോഗോ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രകാശനം ചെയ്തു. പഞ്ചായത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുകയും ചെയ്തു. തങ്ങളുടെ കർത്തവ്യങ്ങൾക്കപ്പുറം സാമൂഹ്യ പ്രതിബദ്ധതയോടെ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇത്തരം പരിപാടികളെന്ന് മന്ത്രി സൂചിപ്പിച്ചു. വിദ്യാലയ പരിസരങ്ങൾ ലഹരി വിമുക്തമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. നന്നായി പഠിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്കാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലിയ പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ സ്ത്രീകൾക്ക് വലിയ സന്തോഷത്തിലാണ്. എന്താ കാരണം, നമ്മുടെ നാട്ടിലെ KSRTC ബസ്സിലൊക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. അതുപോലെ അത് ഗവൺമെന്റിന്റെ പുതിയ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. എന്നതുപോലെ പുതിയ ഗവൺമെന്റ് തുടക്കം കുറിച്ച് മറ്റൊരു പദ്ധതി, അതൊരു സ്കൂളിൽ വെച്ചാണ് അതിന്റെ ഉദ്ഘാടനം ചെയ്തത്. അതെന്താ, ഇപ്പൊ TV കാണാറുണ്ടോ? വാട്സപ്പ് നോക്കും, സോഷ്യൽ മീഡിയകൾ കാണും. പക്ഷെ കുറച്ച് പൊതുകാര്യങ്ങൾ കൂടി നോക്കണം. സിവിൽ സർവീസ് പരീക്ഷയിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചപ്പോ ഓറൽ എക്സാമിൽ കുട്ടി ഉദ്യോഗാർത്ഥി മറുപടി പറഞ്ഞു, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്. അടുത്ത ചോദ്യം വന്നത്, നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആരാണ്. പക്ഷെ കുട്ടിക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. മൈനസ് മാർക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിനെ കണ്ടുപിടിച്ച് ആ ഇന്റർവ്യൂ പോകുമ്പോൾ തയ്യാറാക്കി പോയാലോ. പക്ഷെ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്ക് പറയാൻ സാധിച്ചില്ല. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിന് മനസ്സിലാക്കി വെക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ അധ്യക്ഷനായി. മുഹമ്മദ് മുഹസിൻ MLA മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് മുബഷീറ സാബിർ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്, MT അമീർ, ഹുസൈൻ കണ്ടേങ്കാവ്, ഇസ്മായിൽ വിളയൂർ, ചൈതന്യ സുധീർ, ഫരിദ, VM മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായി.